സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പിന്നെ എറണാകുളത്ത് കാക്കനാട് എന്ന് പറയുന്ന പടമുകൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇത് പിന്നെ സെൻറ്റ് കുര്യാക്കോസ് ചർച്ച് എന്ന് കോട്ടയം രൂപതയുടെ ഒരു പള്ളിയാണ് കേട്ടോ. ഇവിടെ ഇപ്പം എറണാകുളം അങ്കമാലി രൂപതയിലെ പള്ളി തൊട്ടപ്പുറത്തുണ്ട്. അവിടെ പോയിട്ട് പിന്നെ തലതിരിഞ്ഞ് കുർബാന കാണുന്നതിനേക്കാൾ നല്ലത് കോട്ടയം രൂപതയുടെ പള്ളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു കുർബാനക്രമത്തിലായിരിക്കും കുർബാന നടത്തുന്നതെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. വളരെ മനോഹരമായ സെൻറ്റ് കുര്യാക്കോസ് ചർച്ചിൽ വന്നൊരു കുർബാന കൂടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വളരെ പള്ളി കണ്ടിട്ട് വളരെ മനോഹരമായ പള്ളിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ അപ്പുറത്ത് പോയായിരുന്നു, സെൻറ്റ് ജോസഫ് ചർച്ച് വടമുകളിൽ പോയായിരുന്നു. ആ പള്ളിയിൽ ആൾക്കാരെ ക്രമീകരണം കാണുമ്പോൾ നമുക്കറിയാം. അതും തീർച്ചയായിട്ടും ഇവിടെ എറണാകുളം അങ്കമാലിലെ തലതിരിഞ്ഞ കുർബാനയായിരിക്കും. സീറോ മലബാർ സഭ എന്നൊക്കെയാണ് എഴുതി വച്ചേക്കുന്നതെങ്കിൽ പോലും അവിടെ മലബാർ സഭയല്ല, മലബാർ ആണ് രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അവിടുത്തെ ആൾക്കാരെ ക്രമീകരണമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു കുർബാന ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ എറണാകുളം രൂപതകളിലൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള അവസരങ്ങൾ ഒരു ഒഴുകി തരുന്നുണ്ട്. ഇപ്പോൾ 7:45 ഇവിടെ ഒരു കുർബാന ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സീറോ മലബാർ സമൂഹത്തിൽ തന്നെയുള്ള കുർബാന നമുക്ക് കൂടാനും സാധിക്കും. കോട്ടയം രൂപത കാനായ സഭയുടെ പള്ളി ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ രീതിയിൽ ഉള്ള കുർബാന കൂടാനും സാധിക്കും. ഞാൻ കാനായക്കാരനല്ല, ഞാൻ പിന്നെ ഇടുക്കി രൂപതക്കാരനാണ്. പക്ഷേ എന്നാൽ പോലും ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു സഭയിലൊരു കുർബാന കൂടുമ്പോൾ നമ്മളൊരു അതിൻ്റെ ഒരു ഐശ്വര്യത്തിന് കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ചൈതന്യം ഇവിടെ ഉണ്ടാകുന്നുമുണ്ട്. അപ്പം നമുക്കൊരു മനസ്സമാധാനം കൂടെ കിട്ടുന്ന ഒരു രീതിയിൽ വേണം കുർബാന കൂടാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നൊരു കുർബാന കൂടാനായിട്ട് സാധിച്ചത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ്. നമ്മളിങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്ന് തീരുമാനിക്കുന്നവർക്ക് നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു സംവിധാനം തരുന്നുണ്ട് കേട്ടോ.